ഓം നമ ശിവായ. മഹാദേവ ചാനലിന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലൂടെ ഇന്ന് കാണാൻ പോകുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപേ നമ്മൾ കിടക്കുന്നതിന് തൊട്ടടുത്തോ അല്ലെങ്കിൽ ബെഡിന് താഴെയോ വെക്കേണ്ട ഒരു വളരെ പ്രാധാന്യമുള്ള സംഗതിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ചിലർ പറയുന്നത് കേൾക്കാം, രാത്രിയിൽ തീരെ ഉറക്കമില്ല എന്ന്. എപ്പോഴും നെഗറ്റീവ് ചിന്തകളാണ് മനസ്സിലേക്ക് ഓടി വരുന്നതെന്ന്. ജീവിതത്തിൽ നാളെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നോർത്ത് ഒരു സമാധാനവുമില്ല. കിടന്നാലാണെങ്കിൽ ഉറക്കം വരുന്നതേയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവരും പിന്നെ പല പല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് ശക്തികൾ നമ്മളിൽ നിന്നും പൂർണ്ണമായി മാറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഞാനിവിടെ പറയാൻ പോകുന്ന ഈ കാര്യം ഒരു 21 ദിവസം തുടർച്ചയായി ചെയ്തു നോക്കുക. ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇത് പരീക്ഷിച്ചു നോക്കാം. ഒരു ചില്ലി പൈസ പോലും ചെലവില്ലാതെ ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് ഫലം തരുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പ്രയോജനപ്പെടുന്ന നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികളെ ആട്ടി ഓടിക്കാൻ സഹായിക്കുന്ന ഒരു അത്ഭുത താന്ത്രികമാണിത്. നിങ്ങൾക്ക് ഇന്നു മുതലോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അന്നു മുതലോ നിങ്ങൾക്കിത് ചെയ്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറയുന്നത് ഒരു ചെമ്പിന്റെ ഗ്ലാസ് ആണ്. ഈ ചെമ്പ് ഗ്ലാസ്സിൽ നിറച്ച് വെള്ളമെടുത്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന കട്ടിലിന്റെ താഴെ വലതുവശത്ത് വെക്കുക. നമ്മൾ താഴെ പായോ വല്ലതും വിരിച്ച് കിടക്കുന്നവരാണെങ്കിൽ കിടക്കുന്നതിന്റെ കുറച്ച് ദൂരം മാറി തട്ടിക്കളയാതിരിക്കാനാണത് പറയുന്നത് കേട്ടോ. വലതുഭാഗത്തായിട്ട് ഈ ഗ്ലാസ് വെക്കുക. ഇത് നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തന്നെ തയ്യാറാക്കി വെക്കുക. പിറ്റേന്ന് രാവിലെ ഉണർന്നാൽ ഉടൻ തന്നെ ഈ വെള്ളമെടുത്ത് ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഈ വെള്ളത്തോട് നിങ്ങൾക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി നന്ദി എന്ന് 21 പ്രാവശ്യം പറയുക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സമ്പത്തും നിങ്ങളുടെ മനസമാധാനവും എന്തിന് ഈ ജീവിതം പോലും നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നത് നമ്മൾ അകമഴിഞ്ഞു വിളിക്കുന്ന ഈ ദൈവവും പ്രപഞ്ച ശക്തിയുമാണ്. അതിനാൽ ഈ പ്രപഞ്ചത്തോട് രാവിലെ ഉണർന്നാൽ ഉടൻ തന്നെ 21 തവണ നന്ദി പറയുക. എനിക്ക് തന്ന ഈ സൗഭാഗ്യത്തിന് സഹസ്രകോടി നന്ദിയുണ്ട് പ്രപഞ്ച ശക്തി എന്ന് പറയാം. ഇങ്ങനെ 21 തവണ പറഞ്ഞതിന് ശേഷം ആ ഗ്ലാസ്സിലെ വെള്ളം നമുക്ക് നമ്മുടെ വീട്ടിലെ ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്. ഇനി ചെടികളൊന്നും വീട്ടിലില്ല, ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് പാത്രം കഴുകുന്ന സിങ്കിൽ ഒഴിച്ചു കളയുക. ഇത് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു 4-5 ദിവസം ചെയ്യുമ്പോഴേക്കും തന്നെ പലരുടെയും മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ തൊഴുന്ന സമയത്ത് പലതരത്തിലുള്ള തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകും. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി സന്ധ്യാനാമം ചെല്ലുമ്പോഴും ഇങ്ങനെ തെറ്റായ ചിന്തകൾ കടന്നു വരും. അതുമാത്രമല്ല, നമ്മൾ വിവിധ ജോലികൾ ചെയ്യുമ്പോഴും ഇങ്ങനെ സംഭവിക്കാം. എനിക്കെന്തെങ്കിലും അസുഖം വരുമോ, അതുമൂലം എൻ്റെ വീട് അല്ല എൻ്റെ ജീവിതം തന്നെ അവതാളത്തിലാകുമോ എന്നിങ്ങനെയുള്ള പലമാതിരി ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സ്വാഭാവികമായിട്ടാണ്. മാത്രമല്ല, നമ്മുടെ മനസ്സിൽ നമ്മൾ മാത്രമെന്താ ഇങ്ങനെ, മറ്റുള്ളവർക്ക് ഒരു കുഴപ്പവുമില്ലല്ലോ, എന്നും കുന്നും എനിക്ക് കടം തന്നെ, ഞാൻ ഇങ്ങനെ തന്നെ, എൻ്റെ കൂടെ നടന്നവരെല്ലാം ഇപ്പോൾ ഭയങ്കര പണക്കാരായി, എൻ്റെ ജീവിതത്തിന് ദൈവമേ ഒരു മാറ്റവുമില്ലല്ലോ, അവരെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നല്ലോ, ഇങ്ങനെയെല്ലാം മനസ്സിൽ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അങ്ങനെയുള്ള തോന്നലുകളെയാണ് നെഗറ്റീവ് എനർജി നമ്മളെ ബാധിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതുപോലെയുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം മാറിക്കിട്ടും. ഈ 21 ദിവസം നിങ്ങൾ ഈ വെള്ളം നിങ്ങളുടെ വലതുഭാഗത്ത് വെച്ച് കിടന്നാൽ വെറും 3 ദിവസത്തിലോ അല്ലെങ്കിൽ 7 ദിവസത്തിലോ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ പോയി കിട്ടുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല, സാമ്പത്തികമായ തടസ്സങ്ങളും മാറിക്കിട്ടും. അതുമാത്രമല്ല, നമ്മൾ ആർക്കെങ്കിലും പൈസ കടമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങളെ തേടി വന്ന് നിങ്ങൾ കൊടുത്ത വ്യക്തികൾ നിങ്ങളിലേക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വിഷമങ്ങൾ എല്ലാം തന്നെ ഇല്ലാതാകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാർഗമാണ്
ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. ഇനി അഥവാ എന്തെങ്കിലും രോഗകാരണം കൊണ്ട് വിഷമിക്കുന്നവർ ആകട്ടെ, അവർക്കും അതിനുള്ള നല്ല ചികിത്സയും ലഭിക്കും. ഇതെല്ലാമാണ് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന അനുഗ്രഹം. അല്ലാതെ ഈ പ്രപഞ്ചം ഒരിക്കലും നമുക്ക് നേരിട്ട് വന്ന് ഒന്നും തന്നെ ചെയ്തു തരില്ല. നമുക്ക് ഈ ശ്രമത്തിന് ശരിയായ ഒരു വഴി ഈ പ്രപഞ്ചവും നമ്മൾ വിശ്വസിക്കുന്ന ദൈവവും കാണിച്ചു തരും. അതിനെയാണ് നമ്മൾ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക, ഈശ്വരനിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയാൻ കാരണം. ചിലർ ചോദിക്കും, 21 ദിവസം ചെയ്താൽ മതിയോ എന്ന്. ഇത് ദിവസവും ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ ചിലർക്കൊരു പരീക്ഷണം എന്ന നിലയിൽ 21 ദിവസം ചെയ്യുമ്പോഴേക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നത് അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതിനാൽ 21 ദിവസം നിങ്ങൾ ചെയ്തു നോക്കുക. ഇത് നിങ്ങൾക്ക് തുടർന്നും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തുടർന്നും ചെയ്യാവുന്നതാണ്. ഇനി ഇതിനോടൊപ്പം നമ്മൾ എപ്പോഴും ചൊല്ലുന്ന സ്വിച്ച് വേർഡോ അല്ലെങ്കിൽ വല്ല മന്ത്രവാക്കുകളോ ചൊല്ലാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതും നമ്മൾ ഈ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ചിലർ ചോദിക്കും, എന്റെ വീട്ടിൽ ഞാനും ഭർത്താവും കിടക്കുന്ന സ്ഥലത്ത് ഇത് വെക്കാം, കുട്ടികൾ വേറെ മുറിയിലാണ് കിടക്കുന്നത്, അപ്പോൾ വേറെ വെക്കണോ എന്ന്. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇതിന്റെ ഫലം കിട്ടിയാൽ നിങ്ങൾ കുട്ടികൾ കിടക്കുന്ന മുറിയിലും വെക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഓം നമഃ ശിവായ.